ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ദേവി വീട് വിട്ടു പോയതിൽ എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്. ആ വിഷമം ആർക്കും തന്നെ സഹിക്കാൻ സാധിക്കുന്നില്ല. ദേവിനെ പല കുറ്റങ്ങളും പലരും പലത് രീതിയിലും പറയുന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ അവർക്ക് ഉള്ളിൽ അംഗീകരിക്കാൻ പറ്റുന്നില്ല. എന്നാണ് ദേവി അങ്ങനെ ചെയ്തല്ലോ, ദേവി പോയതിൽ എല്ലാവർക്കും ഭയങ്കര വിഷമമാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ വിഷമം ഈ പറയുന്ന ഗോമതിക്ക് തന്നെയാണ്. അങ്ങനെ ഗോമതി പൊട്ടിക്കഴിയുമ്പോൾ മീനാക്ഷി സമാധാനിപ്പിക്കുന്നുണ്ട്. അതിന്റെ കൂടെ മീനാക്ഷി പറയുന്നുണ്ട്, ദേവിയടുത്തേക്ക് പറയാനുള്ളത് കൂടി നമ്മൾ കേൾക്കേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ അവൾക്ക് ഇനി എന്ത് പറയാനുള്ളത്, പെരും കള്ളി പോയല്ലോ എന്നൊക്കെയാണ് ആനന്ദ് അവിടെ പറയുന്നത് കേട്ടോ. പിന്നീട് പഴയ ദിവസങ്ങൾ പോലെ തന്നെ അവിടെ ദേവമംഗലത്ത് വീണ്ടും ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേവി ഇല്ലാത്ത ഓരോരോ ദിവസം തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് ദേവമംഗലംകാരട്ടോ. ദേവിയാണെന്നുണ്ടെങ്കിലോ വീട്ടിലെത്തുമ്പോഴേക്കും ദേവിക്ക് പറയാനുള്ള കാര്യങ്ങളൊന്നും തന്നെ അവിടെ പറയാൻ പറ്റില്ലല്ലോ. അതിന്റെ ഒരു വിഷമതയിലാണ്. ദേവി പറയണ്ട, അമ്മേ ഞാൻ നാളെ തന്നെ ദേവമംഗലത്തേക്ക് പോകുവാണ്. നീ എന്തിനാ ദേവി ഇപ്പൊ അങ്ങോട്ടേക്ക് പോണത്? നീ പോയിക്കല്ലേ, ആ ഗോമതി ചൂലെടുത്ത് നിന്നെ ഓടിക്കണമെങ്കിൽ ഓടിക്കട്ടെ. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ പോയി പറഞ്ഞിരിക്കും. അവരുടെ കാര്യങ്ങൾ പറഞ്ഞു, അച്ഛനും അമ്മയുടെ ഭാഗത്ത് തെറ്റുകൾ അച്ഛനും അമ്മയും പറഞ്ഞു. പക്ഷെ ഇതിന്റെ ഇടയിൽ ഞാൻ ചെയ്തതും ഞാൻ ചെയ്യാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതെനിക്ക് അവിടെ പോയി പറയണം. പ്രത്യേകിച്ച് ആനന്ദേട്ടന്റെ മുഖത്ത് നോക്കിയിട്ട്. അതെന്താടി ഞങ്ങൾക്കൊന്നും അറിയാൻ പാടില്ലാത്ത നിന്റെ അത്ര വലിയ രഹസ്യങ്ങൾ? അത് നിങ്ങൾക്കറിയില്ലായിരിക്കും, പക്ഷെ ദൈവമംഗലത്ത് പലർക്കും അതറിയാം, ആനന്ദേട്ടനെ ഒഴിച്ച്. അതെനിക്ക് ആനന്ദേട്ടന്റെ മുഖത്ത് നോക്കി പറയണം. എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തിയല്ലോ, അതിൽ ഞാൻ ചെയ്യാത്ത തെറ്റുകൂടി എന്റെ തലയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആനന്ദേട്ടൻ. അതെനിക്ക് അവിടെ പോയി പറഞ്ഞാലേ സമാധാനമാവുള്ളൂ. അതിനുശേഷം ആനന്ദേട്ടൻ എന്റെ ബന്ധം ഒഴിയണമെങ്കിൽ അങ്ങോട്ട് ഒഴിയട്ടെ. നിനക്കതിന് വട്ടാണ് പെണ്ണെ, ബന്ധം ഒഴിയണമെങ്കിൽ ഒഴിയട്ടെ എന്നോ? അപ്പൊ അത്രേ ഉള്ളൂ നിനക്ക്? അവർക്ക് അത്രേ ഉള്ളൂവെങ്കിൽ എനിക്കും അത്രേ ഉള്ളൂ അമ്മേ. കാരണം ഞാൻ കാണിച്ച സ്നേഹത്തിന് പോലും അവര് പറഞ്ഞു അത് ഞാൻ വെറുതെ കാണിച്ചതാണ്, ഞാൻ ചതിച്ചതാണ്, ഞാൻ സ്നേഹം അഭിനയിക്കുകയായിരുന്നു എന്നൊക്കെ. അങ്ങനെ അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ചെയ്യട്ടെ, എന്നെ ഉപേക്ഷിക്കട്ടെ ആനന്ദേട്ടൻ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ എനിക്ക് പറയേണ്ടതൊക്കെ അവരുടെ മുഖത്ത് നോക്കി പറയണം. ഇപ്പൊ ഞാൻ അതിനു വേണ്ടി പോവാം. ദേവി നീ വെറുതെ പോവല്ലേ, പ്രശ്നമൊക്കെ അല്ലേ, പോലീസും കേസൊക്കെ ആയിക്കന്നെ നമുക്ക് തന്നെയാ പ്രശ്നം. അമ്മേ രണ്ടും കൽപ്പിച്ചിട്ടാണ് അമ്മയുടെ മോള് ദേവി നിൽക്കുന്നത്. മടുത്തു, അനുഭവിച്ച് മടുത്തു. കല്യാണത്തിന് മുമ്പും അനുഭവിച്ചു, കല്യാണ ശേഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ കല്യാണ ശേഷം ഞാൻ ആനന്ദേട്ടന്റെ കൂടെ സുഖമായിട്ട് ഒരു ദിവസം പോലും ജീവിച്ചിട്ടില്ല. ഓരോരോ സെക്കൻഡും എനിക്ക് പേടിയായിരുന്നു. ആനന്ദേട്ടൻ എപ്പോഴാണ് സത്യങ്ങൾ അറിയണത്? ആനന്ദേട്ടൻ എപ്പോഴാണ് എന്നെ വെറുത്തു തുടങ്ങുന്നത്? എപ്പോഴാണ് ആ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി എന്നെ തള്ളി പുറത്താക്കണത്, ചവിട്ടി പുറത്താക്കണത് എന്നുള്ള ഓരോരോ ടെൻഷനുകളായിരുന്നു എനിക്ക്. ഇനി എനിക്ക് വയ്യ, ഈ ടെൻഷനേറി ജീവിക്കാൻ വയ്യ. ഒന്നില്ലെങ്കിൽ ഞാൻ ദേവമംഗലത്ത് എല്ലാ അധികാരത്തോടു കൂടി കയറി ചെല്ലും. എല്ലാന്നാണെങ്കിൽ പിന്നെ അതോടുകൂടി ദൈവമംഗലമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ ഉപേക്ഷിക്കും. ഇനി അമ്മയെന്നല്ല അച്ഛനെന്നല്ല ആര് പറഞ്ഞാലും ഞാൻ അവിടേക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് ദേവി വീണ്ടും ദേവമംഗലത്തേക്ക് പോവാട്ടോ. രാവിലെ തന്നെ പോകുന്നുണ്ട്. മീനാക്ഷി ആണെങ്കിൽ പണിക്ക് പോണ തിരക്ക്, മിത്രയാണെന്നുണ്ടെങ്കിൽ ട്യൂഷൻ എടുക്കാൻ പോകുന്ന തിരക്ക്, ആര്യൻ രാവിലെ തന്നെ ഡെലിവറിക്ക് പോയി, ബാലനും ഇല്ല, അതുപോലെ തന്നെ നമ്മുടെ ആകാശവും ഇല്ല, അവരുടെ ഒരു കടയിലേക്കും പോയിട്ടോ. അങ്ങനെ നമ്മുടെ ദേവി വന്ന വാതിലില് ബെല്ലടിക്കുമ്പോഴേക്കും വാതിൽ തുറക്കുന്നത് മീനാക്ഷിയും മിത്രയും ആട്ടോ. അവർ രണ്ടൊരു ദേവിനെ കാണുമ്പോൾ ആകെ അത്ഭുതത്തോട് നോക്കി നിൽക്കുകയാണ്. ദേവിയെടുത്തി എന്ന് പറയുമ്പോഴേക്കും അകത്ത് കേറട്ടെ മക്കളെ ഞാൻ എന്ന് ചോദിക്കുകയാണ്. ദേവിയെടുത്തി അത് എന്ന് പറഞ്ഞിട്ട് ആരാ മക്കളെ അത് എന്ന് പറഞ്ഞിട്ട് ഗോമതി അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ഇവളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? എടി നീ എന്തിനാണ് നാണമില്ലാത്തവള് വീണ്ടും ഇങ്ങോട്ടേക്ക് കയറി വന്നത്? അമ്മേ ശരിയാ, എനിക്ക് നാണമില്ല, പക്ഷെ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഇവിടെ പറയണം. പ്രത്യേകിച്ച് ആനന്ദേട്ടനോട് എന്റെ മനസ്സിലെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോയിക്കോളും. അതിനമ്മ എന്നെ സമ്മതിക്കണം. ഇല്ല നീ ഇനി ഒരിക്കലും ആനന്ദിനെ കാണണ്ട. കാണണം, കോടതിയിൽ വെച്ച് നിങ്ങളുടെ വിവാഹ ബന്ധം വേർപെടുത്താൻ പോകുന്ന സമയത്ത്. ഇല്ലമ്മേ, അതിനു മുമ്പ് എനിക്ക് ആനന്ദേട്ടനെ കാണണം. എന്നെ കുറിച്ച് ചെയ്യാത്ത തെറ്റുകളും ആനന്ദേട്ടനെ എന്റെ തലയിൽ ഇട്ടു വെച്ചു. ഈ വീട്ടിൽ ആരെങ്കിലും അതിനെക്കുറിച്ച് പറഞ്ഞോ? ആനന്ദേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചോ? ഇല്ലല്ലോ. നീ ചെയ്ത എന്ത് കുറ്റവാടി ഞങ്ങൾ പറയാതിരുന്നത്? നീ ചെയ്ത എന്ത് നല്ല കാര്യമാണ്? നീ പറ, എന്ത് നല്ല കാര്യമാ? ദേവി പറയണ്ട്. ആനന്ദേട്ടൻ ഇടക്കിടക്ക് പറയുന്നുണ്ടല്ലോ, ഞാൻ ആ കുഞ്ഞിനില്ലാതാക്കിയത് ഞാൻ ഒറ്റയിരുത്തിയാണെന്ന്. ശരിക്കും ആ കുഞ്ഞിനെ നഷ്ടപ്പെടാൻ കാരണം എന്താണെന്നും കാരണക്കാരാണെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ആരെങ്കിലും അത് ആനന്ദേട്ടനോട് പറഞ്ഞിട്ടുണ്ടോ? അതിന്റെ പേരിൽ ആനന്ദേട്ടൻ എത്രമാത്രം ആ ബെഡ്റൂമിൽ നിന്നുകൊണ്ട് എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? കയ്യും കണക്കൂല. എന്നോട് വഴക്ക് പറഞ്ഞതിന്, തെറി വിളിക്കണതിന് ഒരു ലൈസൻസ് പോലും ഇല്ലാത്ത രീതിയിൽ ആനന്ദേട്ടന്റെ പറഞ്ഞിരുന്ന എല്ലാ വാക്കുകളും കുത്തുവാക്കുകളും ഞാൻ കേട്ടോണ്ടിരുന്നു. ഒരു ദിവസം പോലും കരയാത്ത ഞാൻ ഉണ്ടായിട്ടില്ല. നിങ്ങളുടെയൊക്കെ വിചാരം ആ റൂമിൽ ഞാൻ സുഖമായിട്ട് കിടന്നൊന്നും ഉറങ്ങണമെന്നാ. ഇതുവരെ ഒരു മണിക്കൂർ കൂടുതൽ ആ റൂമിൽ എനിക്ക് കിടന്നുറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. ഞാനിതിനെ ഇത് മനസ്സിൽ കൊണ്ട് സഹിക്കണം. ആനന്ദേട്ടൻ ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ വിളിച്ചു പറഞ്ഞില്ലേ, ഇനി എന്റെ ഊഴമാണ്. ഇത് ഞാൻ പറഞ്ഞിരിക്കും. അഥവാ പറയാൻ സമ്മതിച്ചില്ലെങ്കിൽ എനിക്ക് പറയാനുള്ള
ഇതുണ്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയും, അത് എന്തൊക്കെയാണെങ്കിലും ഞാൻ പറയുമെന്ന് ദേവി ഉറപ്പിച്ചു പറയാണ്. ശരിയാ മീനാക്ഷി വേണ്ട, ശരിയാ ദേവിയെടുത്ത് പറഞ്ഞത് ശരി തന്നെയാ. ആ സത്യം ആനന്ദേട്ടന് അറിയേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞതാണ്. പലവട്ടം അത് ആനന്ദേട്ടനോട് പറയാമെന്ന് ഞാൻ ആകാശിനോട് പറയുകയും ചെയ്താണ്. പിന്നെ നിങ്ങൾ തമ്മിൽ വലിയ പ്രശ്നമൊന്നുമില്ലെങ്കിൽ വെറുതെ ആ പ്രശ്നം എടുത്തിടേണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ പലപ്പോഴും മിണ്ടാതിരുന്നത്. ദേവിയെടുത്തി അത് ആനന്ദേട്ടനോട് പറഞ്ഞു. അത് പറഞ്ഞത് കൊണ്ട് ദേവിയെടുത്തിന് ആനന്ദേട്ടൻ അംഗീകരിക്കണം പോകുന്നില്ല. പക്ഷെങ്കിലും ദേവിയെടുത്ത് ചെയ്യാതെ തെറ്റി തലയിൽ വെച്ചൊടിക്കേണ്ട കാര്യമൊന്നും ഇല്ലമ്മേ. ദേവിയെടുത്തി അത് ആനന്ദേട്ടനോട് പറയട്ടെ എന്ന് പറയുമ്പോ ആനന്ദിനെ കാണാൻ സമ്മതിക്കില്ലെന്ന് വാശി പിടിച്ചിരിക്കുകയാണ് ഗോമതി. ഓഹോ, സമ്മതിക്കില്ലല്ലേ? ശരി, സമ്മതിച്ചില്ലെങ്കിലേ ഇവിടെ നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോഴും ഞാൻ ആനന്ദേട്ടന്റെ ഭാര്യയാണ്, വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ടൊന്നുമില്ലല്ലോ. ഓഹോ, അപ്പൊ നീ രണ്ടും കൽപ്പിച്ചിട്ടാണല്ലേ എന്ന് ഗോമതി ചോദിക്കുകയാണ്. അതെ അമ്മേ, എനിക്ക് ആനന്ദേട്ടനെ കാണാതെ പോവാൻ പറ്റില്ല. ഈ താലി ഇപ്പോഴെന്റെ കഴുത്തിലുണ്ട്, അത് ആരും അറുത്തുമുറിച്ച് കളഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഈ വീട്ടിലെ മരുമകൾ തന്നെയാണ് ഞാൻ. ആനന്ദേട്ടന്റെ കുഞ്ഞിന് 4-5 മാസം വയറ്റിൽ ചുമന്ന ഒരു പെണ്ണാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് പറയേണ്ടത് ഞാൻ പറയും. അഥവാ സമ്മതിച്ചില്ലെങ്കിൽ എനിക്കറിയാം എന്ത് ചെയ്യണോന്ന്. നിന്റെ ഉടായ്പ അമ്മയും അച്ഛനും പറഞ്ഞ ഡയലോഗാണോ ഇത്? അവര് പറഞ്ഞ ഡയലോഗാണ് ഇവിടെ കയറി പറ്റാണ്ട് പുതിയ കാര്യമായിട്ട് നീ വന്നിരിക്കുകയാണോ? അമ്മേ, ഈ കാര്യത്തിൽ എന്റെ അച്ഛനും അമ്മേനും ഒന്നും പറയണ്ട. അവര് തെറ്റുകാരാണ്, നുണ ചെയ്തിട്ടുണ്ട്, ചതിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് എന്റെ മാത്രം തീരുമാനമാണ്. മിത്ര പറയണ്ട്, ദേവിയെടുത്തി ആനന്ദേട്ടൻ ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുകയാണ്. ശരി, ആനന്ദേട്ടൻ വരുന്നവരെ ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറയാണ്. ഇവിടെയോ? എവിടെ ഇരിക്കാന്ന്? ഇറങ്ങി പോയി ഇവിടെന്ന് എന്ന് ഗോമതി പറയുമ്പോ, ഇല്ലമ്മേ, ഇനി ഞാൻ ഇറങ്ങി പോവില്ല. കാരണം എനിക്ക് അത് മാത്രല്ല, പല കാര്യങ്ങളും വേറെയും പറയാനുണ്ട്. നിങ്ങളൊക്കെ പറഞ്ഞല്ലോ ഞാനൊരു നന്ദിയില്ലാത്തവളാണ്, അങ്ങനെയാണ്, ചതിച്ചു, പറ്റിച്ചു, വഞ്ചിച്ചു എന്നൊക്കെ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഞാൻ സ്നേഹത്തോടല്ലാതെ എന്റെ സ്നേഹം അഭിനയമാണ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? മനസ്സ് തൊട്ട് സത്യസന്ധമായിട്ട് പറയണം. ദൈവങ്ങളെ മുന്നിൽ നിർത്തി പ്രാർത്ഥിക്കുന്നതല്ലേ അമ്മ. ആ ദൈവങ്ങളുടെ മുമ്പിൽ പോയിട്ട് അമ്മക്ക് പറയാൻ പറ്റുമോ? ഞാൻ ഒരിക്കൽ പോലും ഞാൻ കാണിച്ച സ്നേഹം കള്ളത്തരമാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഞാൻ സത്യസന്ധമായിട്ടാണ് നിങ്ങൾ എല്ലാവരും സ്നേഹിച്ചത്. എന്നിട്ട് എന്റെ സ്നേഹം പോലും കള്ളത്തരമാണെന്ന് എല്ലാവരും പറഞ്ഞില്ലേ. ഞാൻ ഇവിടെ നിന്ന് പൊറുക്കാനൊന്നും വന്നതല്ല, എന്റെ ഭാഗം ക്ലിയർ ആക്കണം എനിക്ക്, അതിനു വേണ്ടി മാത്രം വന്നതാണ് എന്ന് ദേവി പറയണ്ട. മീനാക്ഷി പറയണ്ട്, അമ്മേ, ദേവിയെടുത്തി ആനന്ദേട്ടനോട് സംസാരിക്കട്ടെ, ഇത് അവരുടെ ജീവിതമാണ്, അവരാണ് തീരുമാനം എടുക്കേണ്ടത് എന്ന് പറയാണ്. അങ്ങനെ ഗോമതി സമ്മതിക്കാണ്. അങ്ങനെ ദേവി സത്യങ്ങളൊക്കെ ആനന്ദിനോട് പറയാൻ വേണ്ടി വരുന്ന ഭാഗമാണ് നമ്മൾ ഇനി വരുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. തമിഴിൽ ഇങ്ങനത്തെ ഭാഗവും ഇല്ല. തമിഴിലുള്ളത് ദേവി പ്രഗ്നന്റ് ആവുന്ന ഭാഗമാണ്. മലയാളത്തിൽ പ്രഗ്നന്റ് ആവില്ലല്ലോ, കാരണം അവർ തമ്മിൽ ഒരുമിച്ച് ജീവിച്ചിട്ടും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ തമിഴിൽ അങ്ങനെ ഉള്ളതുകൊണ്ട് ദേവിക്ക് വരാൻ അടുത്തൊരു കാരണം എന്ന് പറയുന്നത് ആ കുഞ്ഞിന്റെ പേരിലാണ് വരുന്നത് പിന്നെയും. പക്ഷെ ഇതിലിപ്പോ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ദേവിയുടെ ഒരു ഉറച്ച സ്റ്റാൻഡ്, ദേവി ഒരു ഉറച്ച തീരുമാനം എടുക്കണം. ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും ആനന്ദേട്ടനും ഞാനുമായിട്ടുള്ള ബന്ധം കോടതി വേർപെടുത്തണ വരെ ഞാൻ ഇവിടെ തന്നെ കഴിയുമെന്ന് പറഞ്ഞിട്ട് ദേവി അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും ഒന്നും പറയാൻ സാധിക്കില്ല. അങ്ങനെ ദേവിയുടെ രണ്ടാമത്തൊരു മുഖമാണ് നമ്മൾ ഇനി വരുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ നാളത്തെ വീക്കെൻഡ് പ്രമോ ഓൾറെഡി വന്നിട്ടൊന്നുമില്ല, ഉടനെ തന്നെ വരുമായിരിക്കും. അങ്ങനെ അതിന്റെ റിവ്യൂ ഇടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.